കഥ കേട്ടിട്ട് നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല. പക്ഷേ ഈ കഥ പലരോടും പറഞ്ഞിട്ട് പലരും അക്സെപ്റ്റ് ചെയ്തില്ല. ആർട്ടിസ്റ്റുകളെ കിട്ടാനാണ് ബുദ്ധിമുട്ടിയത്. ഈ പെണ്ണിൻ്റെ ക്യാരക്ടർ അഭിനയിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. 3 കുഞ്ഞുങ്ങളുടെ അമ്മയാണ് ഒരു നടി. അന്ന് 3 കുഞ്ഞുങ്ങളുടെ അമ്മ എന്ന് പറഞ്ഞാൽ അവർ പ്രായമുള്ളവരായിപ്പോയി. ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പുള്ളി സുഖമില്ലായിരുന്നപ്പം അതിലൊരു പാട്ട് എൻ്റെ പോയി മോഹൻലാലിനെ വെച്ച് ഷൂട്ട് ചെയ്യാൻ പറഞ്ഞു. ഞാൻ അസോസിയേറ്റ് ഡയറക്ടറാണ്. ഡെന്നിസ് സാറിൻ്റെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച സ്ക്രിപ്റ്റ് ഏതായിരിക്കും? ഈ ആകാശദൂതൊക്കെ ഒരുപാട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ വായിച്ചിട്ട് കരഞ്ഞിട്ടുണ്ടോ ആ സ്ക്രിപ്റ്റ് വായിച്ചിട്ട്? ആകാശദൂതൻ്റെ ഒരു കഥ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഞാൻ ഡെന്നീസിൽ നിന്ന് പോയതും അതായിരിക്കാം. ആകാശദൂത് എനിക്ക് വേണ്ടി ഒരു സ്ക്രിപ്റ്റ് എഴുതണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഒരു കഥ, അപ്പം നമ്മളന്ന് ശാരദ കുട്ടികളെ കൊണ്ട് കിണറ്റിൽ ഉപേക്ഷിച്ച് പോകുന്ന ഒരു സിനിമ, പഴയ സിനിമയുണ്ട്, അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. അതെടുത്തിട്ട് കാണുകയും അങ്ങനെ അത് വെച്ചിട്ട് നമുക്കൊരു പുതിയ സബ്ജക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറയും. ഈ ആകാശദൂതിൻ്റെ കഥ പല പ്രാവശ്യം തെലുങ്കിലും ഹിന്ദിയിലും ഒക്കെ വന്നതാണ്. പക്ഷെ അത് വിജയിച്ചില്ല. അപ്പം നമ്മൾ ഇതുമായിട്ട് സിങ്ക്രണൈസ് ചെയ്ത ഒരു കഥാപാത്രം ഉണ്ട്. അപ്പോഴാണ് കറിയാച്ചൻ മാമനും, കാരണം പുള്ളിയുടെ അമ്മാവനാണ് കറിയാച്ചൻ മാമന്, അനുപമ കൊച്ചുമോനും ഒക്കെ കൂടെ വരുന്നത്. അവർക്ക് പടം വേണം, സിബി മലയാണ് ഡയറക്ടർ എന്ന് പറയുന്നത്. അങ്ങനെ കഥ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ കുഴപ്പമില്ല. അങ്ങനെയാണ് ആകാശദൂത് എന്ന സംഭവത്തിലേക്ക് പോകുന്നത്. ആ കഥ എഴുതാൻ ഞാനാണ് കൂടെ ഇരുന്നത്. ആ കഥയുടെ എല്ലാ അംശങ്ങളും എനിക്കറിയാം. അപ്പോൾ ഈ കഥാപാത്രങ്ങളും ഇതെല്ലാം പുള്ളിയുടെ മനസ്സിനകത്ത് കൃത്യമായിട്ടുണ്ടായിരുന്നു. അത് പുള്ളിയുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷനാണ് ആകാശദൂത്. അപ്പോൾ അതിനകത്ത് പുള്ളി ഞാൻ CK ജീവൻ മരിച്ചുപോയി. അദ്ദേഹം കോട്ടയത്തുള്ളതാണ്. അദ്ദേഹമൊക്കെ ഞങ്ങളുടെയൊക്കെ കോമൺ സുഹൃത്തായിരുന്നു. കോൺഗ്രസിൻ്റെ വലിയ നേതാവായിരുന്നു. അദ്ദേഹവും സുരേഷ് ബാബു എന്നൊരു ഡയറക്ടറാണ്. അപ്പോൾ ഈ കഥ ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് പറഞ്ഞപ്പോൾ ഞങ്ങൾ നിർത്താമെന്ന് പറഞ്ഞു. നിർത്തിയിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം, കാരണം താങ്ങാൻ പറ്റുന്നില്ല. അത്രയും എത്തി. കാരണം പുള്ളി അസാധ്യമായിട്ട് കഥ പറയും. ആ കഥ കേട്ടിട്ട് നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞ് ഇത് പറഞ്ഞപ്പം CK ജീവൻ ഒരു അഭിപ്രായം പറഞ്ഞു, തൂവാല കൊടുക്കേണ്ടി വരും കേട്ടോ എന്ന് പറഞ്ഞു, കണ്ണീരുപ്പാൻ തിയേറ്ററിൽ. പക്ഷെ ഈ കഥ പലരോടും പറഞ്ഞിട്ട് പലരും അക്സെപ്റ്റ് ചെയ്തില്ല. പക്ഷേ ഇത് അദ്ദേഹം സിബിമലിന് ഉൾക്കൊള്ളാൻ പറ്റി. സിബിമൽ കേട്ടു, സിബിമലിന് ഇഷ്ടപ്പെട്ടു അത് കഥാപാത്രം. പക്ഷേ ആർട്ടിസ്റ്റുകളെ കിട്ടാനാണ് ബുദ്ധിമുട്ടിയത്. ഈ പെണ്ണിൻ്റെ ക്യാരക്ടർ അഭിനയിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഈ ഇവളിലേക്ക് എത്തുന്നത്, മാധവിയിലേക്ക്. അപ്പം 3 കുഞ്ഞുങ്ങളുടെ അമ്മയാണ് ഒരു നടി. അന്ന് 3 കുഞ്ഞുങ്ങളുടെ അമ്മ എന്ന് പറഞ്ഞാൽ അവർ പ്രായമുള്ളവരായിപ്പോയി. അങ്ങനെ പലരും ഫീൽ ചെയ്യുന്നു. ഇതൊന്നും അല്ല കഥാപാത്രങ്ങൾ അവർ അറിയുന്നില്ല. അവർ ചിന്തിക്കുന്നത് വേറൊരു തലത്തിലാണ്. നമ്മൾ ചിന്തിക്കുന്നത് അതല്ലല്ലോ, കഥാപാത്രങ്ങളെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ അത് മാധവി എടുത്തു, മാധവിയുടെ ഒക്കെ പറഞ്ഞു, മാധവിക്ക് ഇഷ്ടപ്പെട്ടു, ആ കഥാപാത്രം ചെയ്യും. അങ്ങനെ ഞങ്ങൾ എഴുത്തു തുടങ്ങി. ഞങ്ങൾ BTHലാണ് റൂം ഇടുന്നത്. കഥ എഴുതുമ്പോൾ മാധവി ഫിക്സ് ചെയ്തു. ഫിക്സ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് പലരും നമ്മുടെ ഇതിലേക്ക് വരുന്നത്. അങ്ങനെ വന്നപ്പോഴാണ് ഇതിൽ ഒരു കഥാപാത്രം ഇവളുടെ ഹസ്ബൻഡായിട്ട് ആര് വേണം എന്ന്. അപ്പോൾ അങ്ങനെ ഓരോന്നും ഇങ്ങനെ ആലോചിച്ചു. അങ്ങനെ ഓരോരുത്തരെ ആലോചിച്ചു. അത് കഴിഞ്ഞ് ഒരു കഥാപാത്രം അത് ആര് ചെയ്യണം. അപ്പോൾ ഡെന്നീസ്, ഞാൻ, സിബി ഇരിപ്പുണ്ട്. അപ്പോൾ ഡെന്നീസ് പറഞ്ഞപ്പോൾ ഡെന്നീസിൻ്റെ പല പ്രാവശ്യവും ചെന്ന് പറയുമ്പോൾ എനിക്ക് നല്ലൊരു വേഷം ഇതുവരെ കിട്ടിയിട്ടില്ല. സിദ്ദിഖ്ലാലിൻ്റെ കൂടെയൊക്കെ തമാശകളൊക്കെ പറയാൻ ഞാൻ ഇതിൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. കോമഡി ഷോസിനുണ്ടായിട്ടുണ്ട്. ഞാൻ വോയിസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു കഥാപാത്രം, നല്ലൊരു കഥാപാത്രം കിട്ടിയിട്ടില്ല എന്ന് പുള്ളിയോട് പറയും. അത് എൻ്റെയൊക്കെ പല പ്രാവശ്യം പുള്ളി പറഞ്ഞിട്ടുണ്ട്. അത് നല്ല NF വർഗീസ് എന്ന് പറഞ്ഞ നല്ലൊരു നടൻ, നല്ല സ്നേഹമുള്ളൊരു മനുഷ്യൻ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്ക് ഈ ക്യാരക്ടർ NF വർഗീസിനെ കൊണ്ട് ഇടിച്ചാൽ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, കറക്റ്റാണ് ഡെന്നീസേ, അദ്ദേഹത്തിൻ്റെ ശബ്ദവും അദ്ദേഹവും എല്ലാം കറക്റ്റാണെന്ന്. അപ്പോൾ സിബിക്ക് അത് അറിയത്തില്ല. സിബി അവിടെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് കറക്റ്റ് സമയത്ത് ഡോറിൽ നോക്ക് കേൾക്കും. തുറന്നപ്പോൾ NF വർഗീസ്. അപ്പോൾ നിൻ്റെ ഒരു ഇതാണ് ഞങ്ങൾ പറഞ്ഞ കക്ഷി എന്ന് പറഞ്ഞു. അദ്ദേഹം അവിടെ വന്ന് നിന്നു. സിബി ഇങ്ങനെ മൊത്തത്തിൽ അധികം സംസാരിക്കില്ല. സിബി ഇങ്ങനെ മൊത്തത്തിലൊന്ന് നോക്കി. അദ്ദേഹം ഞാനെന്നാ പൊക്കോട്ടെ എന്ന് ചോദിച്ചു. അദ്ദേഹത്തിന് സംസാരമുണ്ട്, അധികം സംസാരിച്ചില്ല. പുള്ളി പോയപ്പോൾ പറഞ്ഞു, ഇത് ഓക്കെ എന്ന് സിബി പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് സന്തോഷമായി. അപ്പോൾ ഞാൻ പിന്നെ NFനോട് ചെന്ന് പറയുന്നു, NF നിങ്ങളാണ് ആ ക്യാരക്ടർ ചെയ്യുന്നത്. ഇല്ല, പുള്ളിക്ക് സന്തോഷം സഹിക്കാൻ പറ്റും. പക്ഷേ അതിൻ്റെ പക്ഷേ പുള്ളി വീട് വെച്ചപ്പോൾ എന്നെ വിളിക്കുകയും എന്നെ മുറിക്കൊണ്ടിരുത്തുകയും ഒരുപാട് ഇത് പറയുകയും സന്തോഷം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്ത് എനിക്കിപ്പോഴും ഓർമ്മ. അതിനുശേഷം പുള്ളി മരിക്കുന്നത്. അപ്പോഴും ഞാൻ ഇത് ഓർമ്മിക്കുകയാണ്, അദ്ദേഹത്തെക്കുറിച്ച് ഓർമ്മിക്കുകയാണ്. എനിക്ക് അദ്ദേഹത്തിനൊരു നല്ല വേഷം എന്നെ ചെയ്യണമെന്ന്, എൻ്റെ കൂടെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. എനിക്ക് ചെയ്യിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് നടക്കാതെ പോയി. അങ്ങനെ ഓരോന്നും
ഞാൻ ജീവിതത്തിൽ പലതും നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് പലപ്പോഴും. ലോഹിദാസിനെ കൊണ്ട് എനിക്കൊരു സ്ക്രിപ്റ്റ് എഴുതിക്കുന്നത് അതൊന്നും ചോദിച്ചിട്ടില്ല, നടന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ പലരും നമുക്ക് കൈവിട്ടു പോയി. അപ്പം പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ഇഷ്ടപ്പെട്ട ഒരു സിനിമ ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റിയിട്ടില്ല ഇതുവരെ. ഈ പടത്തിന്റെ ക്ലൈമാക്സിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വിതുമ്പി പോകുന്നത്. അന്ന് ഈ സ്ക്രിപ്റ്റ് എഴുതിയപ്പോൾ ഇത്തരം വിചാരമുണ്ട്, വൺ സൺ പോയി മാറുമെന്ന് പിന്നെ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വളരെ പിന്നെ വിശ്വാസം ഉണ്ടായിരുന്നു ഈ പടം സൂപ്പർ ഹിറ്റ് ആകുമെന്ന്. അത് എനിക്കും ഡെന്നീസിനും അത് ഞങ്ങളുടെ അടുത്ത ആളുകൾക്ക് മാത്രമല്ല തമ്പി ഗണനാഥത്തിനും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് തിയേറ്ററിൽ കാണുമ്പോഴാണ് നമ്മളതിൻ്റെ ഒരു എഫക്റ്റ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിനകത്തൊരു സംഭവം എന്ന് വെച്ചാൽ അത് ഓർക്കാതിരിക്കാൻ വയ്യ. കാരണം വെച്ചാൽ ഈ സ്ത്രീ വന്ന് കുട്ടികളെ ഉറക്കിയ ശേഷം ഇവൾക്ക് ക്യാൻസറാണെന്ന് അറിഞ്ഞിട്ട് വന്ന് പറയുകയാണ്. യേശുക്രിസ്തുവിൻ്റെ ഒരു പടമുണ്ട്, അതിന് മുമ്പിൽ നിന്ന് പറയണം ഹാർട്ടിൽ നിന്ന് ഇങ്ങനെ ബ്ലീഡ് ചെയ്യുന്ന ഒരു ഫോട്ടോയാണ്. അപ്പോൾ ഇങ്ങനെ പുള്ളി ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ പറയുകയാണ്, എന്ത് ചെയ്യും ദൈവമേ, എനിക്ക് അസുഖം ബാധിച്ചു, കുട്ടികളെയും കൊണ്ട് ഞാൻ എന്ത് ചെയ്യും, 3 കുഞ്ഞുങ്ങൾ, പറക്കുമുറ്റാത്ത 3 കുഞ്ഞുങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം വേദനിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിച്ചു, ബൈബിളിലൊരു വാക്കുണ്ട് ഹീ ബ്ലീഡ്സ് എന്ന്. അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ ഒരു അഭിനയത്തിലാണെങ്കിലും എന്തിലാണെങ്കിലും നമ്മുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു അവയവം എന്ന് പറയുന്നത് കണ്ണാണ്. കണ്ണുകൊണ്ടാണ് നമ്മൾ കാണുന്നത്. നമ്മൾ എല്ലാ സ്വപ്നങ്ങളും കാണുന്നതും കണ്ണിൽ കൂടെ കണ്ട കാര്യങ്ങളല്ല നമ്മൾ ചെയ്തത്. ബാക്കിയൊക്കെ മനസ്സുകൊണ്ടായിരിക്കാം, പക്ഷെ കണ്ണെന്ന് പറഞ്ഞൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പം ഞാൻ പുള്ളിയുടെ ഹൃദയത്തിൽ നിന്ന് ഇവിടെ നിന്നാണ് ആ ഫോട്ടോയിൽ വയ്ക്കുന്നത്. പക്ഷെ പുള്ളിയുടെ കണ്ണിൽ കൂടെ ആ ബ്ലഡ് വന്നാലും നന്നായിരിക്കത്തില്ല എന്ന് വെച്ചാൽ സാധാരണ മനുഷ്യൻ അവൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. ഈശ്വരന് പോലും ആ സമയത്ത് നമ്മൾ രക്ഷിക്കാൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയിൽ ഈശ്വരൻ പോലും കരയുമ്പോൾ വരുന്നത് കണ്ണീരല്ല, ബ്ലഡാണ്. ആ ഒരു സംഭവം സാറിന്റെ കോൺട്രിബ്യൂഷൻ. അതെ, പറഞ്ഞു അല്ലേ ഡെന്നീസ് നോക്കാനുള്ള അതെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഭയങ്കരമായിട്ട് തിയേറ്ററിൽ ഫീൽ. അപ്പോൾ എന്നോട് അപ്പോൾ ഡെന്നീസ് അങ്ങനെ തരുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്, നമുക്ക് തരുന്ന ഒരു സ്വാതന്ത്ര്യം. അത് ഡെന്നീസ് അംഗീകരിച്ചു. ഡെന്നീസിനോട് മാത്രം അത് പലപ്പോഴും ഉണ്ട്. ഇപ്പോൾ അപ്പു ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പുള്ളി സുഖമില്ലായിരുന്നപ്പം അതിലൊരു പാട്ട് എൻ്റെ പോയി മോഹൻലാലിനെ വെച്ച് ഷൂട്ട് ചെയ്യാൻ പറഞ്ഞു. ഞാൻ അസോസിയേറ്റ് ഡയറക്ടറാണ്. ഒരു നായകനെ മോഹൻലാലിനെ പോലെ ഒരു ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ ഒരു പാട്ട് ഷൂട്ട് ചെയ്യാൻ പറയുമ്പോൾ എനിക്ക് ധൈര്യം തരികയും എന്നെ വിടുകയും എന്നോടുള്ള കോൺഫിഡൻസ് ഉണ്ടല്ലേ. അത് ഏത് പാട്ടായിരുന്നു? പിന്നെ കൂത്തമ്പലത്തിൽ വെച്ച് ആ പാട്ട് ഞാനാണ് ഷൂട്ട് ചെയ്തത്. അതിൽ കുറച്ച് പോർഷൻസ് മാത്രം പുള്ളി മദ്രാസിൽ ഷൂട്ട് ചെയ്തു, ബാക്കിയെല്ലാം ഞാനാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് മുഴുവൻ ഒരു ഷോട്ട് പോലും കളയാതെ പുള്ളി ഇട്ടു എന്ന് എന്നോട് പറയും ചെയ്തു. എനിക്ക് കിട്ടിയ ഒരു ആത്മസംതൃപ്തി അല്ലെ എനിക്ക് തന്നൊരു കോൺഫിഡൻസ് ആ പുള്ളിയാണ്. ആ കോൺഫിഡൻസ് ലെവലാണ്. അതാണ് ഞാൻ ഇന്നും ഒരു നല്ല സിനിമ ചെയ്യാനൊക്കും എന്നൊരു ഇതിലേക്ക് എത്തിയത്. ഞാൻ അങ്ങനെ തന്നെയാണ്. മോഹൻലാൽ നന്നായിട്ട് സഹകരിച്ചു. മോഹൻലാൽ ഒരിക്കലും പറയത്തില്ല, നമ്മൾ ഒരു മുഖഭാവവും കാണിക്കത്തില്ല, കൂടെ ഒന്ന് നല്ലോണം സഹകരിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് അദ്ദേഹത്തെ വെച്ച് അങ്ങനെ ഒരു ഷോട്ട് എടുക്കാൻ പറ്റിയല്ലോ എന്നുള്ള സന്തോഷം. അതേപോലെ മമ്മൂട്ടിയുടെയും ഒരു ഷോട്ട്, എനിക്ക് ക്ലൈമാക്സ് ഒരു ഷോട്ട് ആ ധ്രുവത്തിൽ എടുക്കാൻ പറ്റി. സീന് അതും പ്രഗത്ഭനായ ലെജൻഡായ വിൻസെൻ്റ് മാഷിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. അതൊക്കെ ഒരു വലിയ ഭാഗ്യമാണ് ജീവിതത്തിൽ കിട്ടുന്ന. ഇതൊക്കെ നമ്മളൊക്കെ എല്ലാവർക്കും സാധിക്കും. നമ്മളൊരു ഉൾക്കാഴ്ച ഉണ്ടാണ്, നമ്മൾ അതിനോടുള്ള ഒരു ആത്മാർത്ഥത വേണം. അതിനോട് എന്താ പറയുക, നമ്മൾ മറ്റൊന്നും പ്രതീക്ഷിക്കരുത്. നമ്മളെന്തും പറയാം എനിക്ക് അത് തരണം ഇത് തരണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. നമ്മളുടെ പ്രവൃത്തി കൂടെ ഉണ്ട്.